ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടി സംപ്രേഷണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കവചം മുന്നറിയിപ്പ് സൈറനുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി സൈറൻ മുഴങ്ങുമെന്നും ജനങ്ങൾ പരിഭ്രാന്തർ ആവേണ്ടതില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയി കുറ്റക്കാരനെന്ന് കോടതി. കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിയുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ബ്രൂവറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൌരവമുള്ളതാണ്. ജല ദൌർലഭ്യമുള്ള പ്രദേശത്ത് ബ്രൂവറി അനുമതി നൽകിയതിൽ നിലനിൽക്കുന്ന ദുരൂഹത സർക്കാർ നീക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി വിദ്യാഭ്യാസ വിപ്ലവമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഔപചാരിക വിദ്യാഭ്യാസവുമായി പ്രവർത്തനാധിഷ്ഠിത പഠനം സംയോജിപ്പിക്കുന്നതിലൂടെ സുസ്ഥിര വികസന ശ്രമങ്ങൾ നേതൃത്വം നൽകാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പിലും ഇ ഗവേണൻസ് കരാറിലും ഗുരുതര ക്രമക്കേടെന്ന് AG റിപ്പോർട്ട്. സിൻഡിക്കേറ്റ് മെമ്പർ PK ബിജു സർവകലാശാല വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരെ നിയമവിരുദ്ധമായി നേരിട്ട് നിയമിച്ചതായും മുൻ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അയൂബും നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമാണ് ലഭ്യമായത്. ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകേണ്ടത് മാനവികതയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷ പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ശ്രീധരൻപിള്ളയുടെ രചനകളെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തികൾ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനവും ഗവർണർ നിർവഹിച്ചു. സംസ്ഥാനത്ത് പാരമ്പര്യ വൈദ്യ ചികിത്സാനുമതി അംഗീകൃത യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് മാത്രമാണെന്ന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ. അംഗീകൃത യോഗ്യതയും രജിസ്ട്രേഷനും ഇല്ലാതെ ചികിത്സിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കൌൺസിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം നാളെ രാത്രി അവസാനിക്കും. നാളെ വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടൂ. രാത്രി മാളികപ്പുറത്ത് രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ഗുരുതി പൂജയും നടക്കും. മറ്റന്നാൾ പന്തളം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തേക്ക് തിരിക്കും. തുടർന്ന് 6:30 മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കും. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയുടെയും 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറിന്റെയും ശിക്ഷാവിധിയിൽ കോടതി ഇന്ന് അന്തിമ വാദം കേട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഗ്രീഷ്മയ്ക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർ പഠനത്തിന് പോകണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ പുറപ്പെടുവിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട്ട് ഇന്നലെ അമിത വേഗത കാരണം അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ബസിന്റെ പെർമിറ്റും റദ്ദാക്കി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചു. അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കലോത്സവം എന്നത് മത്സരങ്ങൾക്ക് അതീതമായി സഹകരണം, പഠനം, വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കുളത്തൂരിൽ നടന്ന 48ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലോത്സവത്തിൽ 205 പോയിന്റുമായി മലപ്പുറം ഗവൺമെന്റ് കൊക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 1-ാം സ്ഥാനം നേടി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ 2-ാം സ്ഥാനവും ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ 3-ാം സ്ഥാനവും നേടി. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ബംഗളൂരു FC മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന 2-ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.